ദിവീഷ് ക്ഷേത്രത്തിലെ ചടങ്ങുകളും ആറാട്ടുമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നെയ്തലക്കാവിലമ്മ ഇതാ യാത്ര ആരംഭിക്കുകയാണ്. നെയ്തലക്കാവിലമ്മയുടെ സന്നിധിയിൽ നിന്ന് തൃശ്ശൂർ നഗരിയെ പൂരവിളംബരത്തിൻ്റെ ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് തൃശ്ശൂർ നഗരി. ഇവിടെ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറന്ന് ഇനി നെയ്തലക്കാവിലമ്മയുടെ ആ ഒരു സാക്ഷ്യത്തിൽ നെയ്തലക്കാവിലമ്മയെ സാക്ഷിയാക്കി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറക്കാനാണ് ഇനി പൂരപ്രേമികളെല്ലാം കാത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ആയിരങ്ങളുടെ ആൾക്കൂട്ടമാണ്, ആയിരങ്ങളോളം പേരാണ് ഇവിടെ തന്നെ ഒത്തുകൂടിയിരിക്കുന്നത്. എത്രത്തോളം തിരക്കാണ് പൂരത്തിനും. ഇനിയിപ്പോൾ നമുക്കറിയാം പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം പൂരത്തിന് മുൻപ് പൂരം തുടങ്ങിയതാ എന്നുള്ള ആ പൂരത്തിൻ്റെ ആവേശം എല്ലാവരിലേക്കും എത്തുന്നത് ആ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറക്കുന്നത് കൂടിയായിരിക്കും. എന്തായാലും ഇപ്പോൾ അവിടെ ആ ഗജവീരന്റെ മുകളിൽ നെയ്തലക്കാവിലമ്മ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി മണികണ്ഠനാലിൽ മേളത്തിന്റെ പെരുമയോടെ അകമ്പടിയോടെ ഇവിടെ നിന്ന് നെയ്തലക്കാവിലമ്മ യാത്രയാവും. അവിടെ എത്തിയതിനു ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറക്കുന്ന ആ ഒരു നിമിഷത്തിനെയാണ് ആയിരങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഇതാ നെയ്തലക്കാവിലമ്മയുടെ നടയിൽ നിന്ന് തിടമ്പേറ്റി വരികയാണ്. എറണാകുളം ശിവകുമാർ, അഴകിന് പേരുകേട്ട കൊച്ചിൻ ദേവസ്വത്തിന്റെ കൊമ്പൻ, അഴകിന് പേരുകെട്ട എറണാകുളം ശിവകുമാറിന്റെ ഗജവീരന്റെ മുകളിൽ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇതാ ക്ഷേത്രത്തിലെ ഗോപുര നടയിൽ നിന്ന് ഇറങ്ങുകയാണ്. നെയ്തലക്കാവിലമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഇതാ ഗജവീരൻ എറണാകുളം ശിവകുമാർ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കും. നാദസ്വരത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് യാത്ര. ഇനി മണികണ്ഠനാലിൽ എത്തുമ്പോൾ അത് കിഴക്കൂട്ട് അനിയന്മാരുടെ